ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആംബുലാൻ്റെ ഫ്ലീഗേഡിയൻസ്റ്റാണ്. ആംബുലാൻ്റെ ഫ്ലീഗേഡിയൻസ്റ്റ് എന്ന് വെച്ചാൽ ആംബുലൻസ് അല്ല കേട്ടോ. അതായത് നമ്മൾ ഓരോ വീടുകളിൽ പോയിട്ട് നമ്മുടെ കൂടെ ഒരു നേഴ്സ് കാണും, പിന്നെ നമ്മൾ അവരുടെ കൂടെ കാറിൽ ഓരോ വീടുകളിൽ പോകണം. അതായത് ഓൾഡ് ഏജ് ഹോമിലെ സെയിം പരിപാടി തന്നെയാണ്, പക്ഷേ ഓൾഡ് ഏജ് ഹോം അല്ല, ഓരോ വീടുകളിൽ ഒരു ദിവസം ഒരു 20 വീടുകളിലെങ്കിലും നമ്മൾ പോകണം. കൂടുതലും അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ട്രുംഫെ, അതായത് നമ്മുടെ കാലിൽ സോക്സ് പോലെ ഹൈറ്റായിട്ടുള്ള ഒരു സാധനമുണ്ട്, അതിന് സ്ട്രുംഫെ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഊരുക, ഇടുക. പിന്നെ കിടപ്പ് പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അയിലാകെ മാറുക, അയിലാകെ എന്ന് വെച്ചാൽ പാമ്പേഴ്സ് അത് മാറുക. പിന്നെ അവർക്ക് ഇപ്പോൾ രാവിലെയാണ് നമ്മുടെ ഡീൻസ്റ്റെങ്കിൽ ഷിഫ്റ്റ് രാവിലെ ആണെങ്കിൽ നമ്മൾ അവരെ തുടപ്പിക്കുക, അങ്ങനെയുള്ള അവർക്ക് മെഡിക്കമെൻറ്റ് കൊടുക്കുക. പിന്നെ ഷുഗർ ഉള്ളവരാണെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്തിട്ട് ഇൻസുലിൻ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇട്ട സ്ട്രുംഫെ ഊരുക, പിന്നെ രാത്രി ലൈനിലാകെ വീണ്ടും മാറ്റുക, ഇതുപോലെ ഷുഗർ നോക്കുക, എന്നിട്ട് അതിൻ്റെ മെഡിക്കമെൻറ്റ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് കൂട്ടത്തിൽ തമ്മിലിൽ കുറച്ച് ഈസിയാണ് ആംബുലാൻ്റെ ഫ്ലീക്ക്. നമുക്ക് കുറച്ച് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാം. കാരണം നമ്മൾ കാറിൽ ചുമ്മാ ഇരിക്കുക, നേഴ്സ് ഡ്രൈവ് ചെയ്യും, നമ്മൾ ചുമ്മാ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇരിക്കാം. പിന്നെ അങ്ങനെ വലിയ സ്ട്രെസ്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വീടുകളൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് അവരുടെ എന്താ പറയുക, അവരുടെ പ്രൈവസിയൊക്കെ നമ്മൾ മാനിക്കണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതായത് ഓരോ രാജ്യത്തിനും ഓരോ കൾച്ചറൊക്കെ ആണല്ലോ. പിന്നെ നമുക്ക് ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടും കേട്ടോ വീടുകളിൽ ചെല്ലുമ്പോൾ. എപ്പോഴും ഒരുപാട് ചോക്ലേറ്റ്സ് കിട്ടും. ഈ ജർമ്മൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ വീടുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ബൗൾ വെച്ചേക്കും, അതിൽ നിറച്ചും വെറൈറ്റി ചോക്ലേറ്റ്സും കാര്യങ്ങളും ജെല്ലി അതൊക്കെ ആയിരിക്കും. അപ്പം അവർ നമ്മളോട് പറയും പോകാൻ നേരം നിങ്ങൾ അതിൽ നിന്ന് പറഞ്ഞാൽ എടുത്തിട്ട് പോകണം എന്ന് പറയുവാണെങ്കിൽ മാത്രം നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എടുക്കരുത്. ഓക്കെ, അപ്പം ആംബുലാൻ്റെ ദിനസ് വെച്ചാൽ അത്രേ ഉള്ളൂ. വലിയ ടെൻഷൻ ഇല്ലാത്തൊരു പരിപാടിയാണ് ആംബുലാൻ്റെ.